നോമ്പ് തുറക്കുന്ന സമയത്ത് ദാഹവും വിശപ്പും ക്ഷീണവും ഒക്കെ മാറുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിനായിട്ട് സോസ് പാനിലേക്ക് 3 കപ്പ് 250 ml കപ്പിന് 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. മധുരത്തിനായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നമ്മളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പാലൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് നമുക്കിത് ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിലേക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തുടർച്ചയായിട്ട് ഇളക്കിയിട്ട് പാല് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ചെറിയ രീതിയിലൊന്ന് കുറുകി വരും. ആ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി 1/4 കപ്പ് അവിൽ ചെറിയ ഫ്ലെയിമിൽ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ അവിൽ മിൽക്കിനൊക്കെ വറുക്കുന്നത് പോലെ ഒന്ന് വറുത്തെടുത്തിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ പാലിൻ്റെ മിക്സ് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത് പുറത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ചെറുപഴം എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും 1 ടേബിൾ സ്പൂൺ കുതിർത്തി എടുത്തിട്ടുള്ള കസ്കസും 1/2 കപ്പ് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആപ്പിളും എടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. അതിന് പകരമായിട്ട് വാനില ഐസ്ക്രീം 2 സ്കൂപ്പ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അവിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം സെർവ് ചെയ്യാം. ഡ്രിങ്ക് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിൽ ചേർത്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. വിശപ്പും ദാഹവും ഒക്കെ മാറും. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.